ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലല്ല കേട്ടോ, മാമൻ്റെ വീട്ടിലാണ്. ഞാനിപ്പോൾ ഇന്നിങ്ങോട്ട് വന്നത് ഒരു ഷൂട്ട് എന്ന് വെച്ചാൽ ഒരു നായക്കുട്ടി ഉണ്ട് കേട്ടോ. ഷൂട്ട് എന്ന് വെച്ചാൽ അതായത് എന്താ പറയുക, മാമൻ്റെ വൈഫ് ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ച് ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യണം, ഒരു മോഡലിനെ വെച്ചിട്ട് മേക്കപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ എന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് റെഡിയായി. മേക്കപ്പ് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് സൺസ്ക്രീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു, കാരണം നമ്മൾ അവിടെ പോയിട്ട് ഇനി മേക്കപ്പ് ചെയ്യാനുള്ളതല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ തന്നെ ഭയങ്കര മേക്കപ്പ് ഒക്കെ ഇട്ട് പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ലിപ്സ്റ്റിക്ക് മസ്റ്റാണല്ലോ, അപ്പോൾ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടു. അപ്പോൾ അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഷൂട്ടാണോ എന്ന് ചോദിച്ചാൽ ഷൂട്ടല്ല, പക്ഷെ നമ്മൾ ജസ്റ്റ് മോഡലായിട്ട് നിന്ന് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ തന്നെയായിരിക്കും എടുക്കുക. ഞാൻ എന്താ ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാൻ നോക്കാം, ഫോട്ടോസ് ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനിപ്പോൾ ഇവിടെ മാവൂരാണ് കേട്ടോ. നമുക്ക് ഇന്ന് നടക്കുന്നത്, അതായത് മേക്കപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ് കേട്ടോ. അമ്മായി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ കുളിച്ചു, അതാണ് എൻ്റെ മുടി ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഹെയറിൽ ചെയ്തതെന്നുള്ളത്. ഞാൻ ബ്ലോ ഡ്രൈ ആണ് കേട്ടോ ഞാൻ ചെയ്തത്. ബ്ലോ ഡ്രൈ ചെയ്തിട്ട് മുടിക്കൊഴിച്ചിലുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. എനിക്ക് മുടിക്കൊഴിച്ചിൽ അങ്ങനെ ഭയങ്കരമായ മുടിക്കൊഴിച്ചിലൊന്നും ഇല്ല. എനിക്ക് ഓൾറെഡി മുടിക്കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പം അത് ഇപ്പോൾ ചെറിയ രീതിയിലുണ്ട്. ഇപ്പോൾ ഇങ്ങനെ രാവിലെയൊക്കെ എണീറ്റ് നമ്മൾ മുടിയൊക്കെ നന്നാക്കുന്ന സമയത്ത് 2-3 മുടിയൊക്കെ പോരും. അല്ലാതെ ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം ഒരു മുടിക്കൊഴിച്ചിൽ ഇതുവരെ ഉണ്ടായില്ല. ഇനി അങ്ങോട്ട് ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ അങ്ങനെ ഒരുപാട് ഭയങ്കര കെയറൊന്നും ഞാൻ കൊടുക്കുന്നില്ല സത്യം പറഞ്ഞാൽ. ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യാന്നല്ലാതെ ഭയങ്കര കെയറൊന്നും ഞാൻ കൊടുക്കുന്നില്ല. എന്താ കുറേ പേര് പറഞ്ഞു നല്ല മുടി കൊഴിയും, അതിൻ്റെ എന്താ കൊഴിയാതെന്നൊക്കെ ചോദിച്ചിരുന്നു. എനിക്കറിയില്ല കേട്ടോ പഠിച്ചോനെ, ഇപ്പോൾ കൊഴിയോ, ഇത് കേട്ട സ്ഥിതിക്ക് കൊഴിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നിലവിൽ അങ്ങനെ കൊഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഡെയിലി കുളിക്കുന്നവർക്കൊക്കെയാണ് ഇങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷമൊക്കെ മുടിക്കൊഴിച്ചിലും തോന്നുന്നു. ഞാൻ പിന്നെ അങ്ങനെ വല്ലാതെ കുളിക്കാത്തത് കൊണ്ട്, അതായത് ദിവസം 2-3 ദിവസമല്ല, ആഴ്ചയിൽ 2-3 തവണയൊക്കെ ഞാൻ കുളിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് വലിയ രീതിയിൽ എനിക്ക് മുടിക്കൊഴിച്ചിൽ ഇപ്പം ഇല്ല, നിലവിലില്ല. ഇനി അങ്ങോട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. മുടി എന്താ പറയുക, ഇരുന്ന് വെക്കാനുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ സാരി വന്നിട്ട് അമ്മേൻ്റെ ഒരു സാരിയാണ് കേട്ടോ നമ്മൾ ഉടുക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര മേക്കപ്പ് ഇട്ടിട്ടുള്ള കാര്യമല്ല. ഈ ഒരു സാരി ഉണ്ടോ, ഈ ഒരു സാരിയാണ് ഉടുക്കുന്നത്. ഒരു സിമ്പിൾ ബ്ലൗസ്, സിമ്പിൾ മേക്കപ്പ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കണ്ണാടി ഒന്ന് തുടയ്ക്കോ, ഈ കണ്ണാടി തുടയ്ക്കാനാ. മതി അല്ലേ, ഇതിനങ്ങനെ എടുത്താണ്ട് ഒന്ന് ഇങ്ങോട്ട് ഇടണം. അങ്ങനെ വേണോ പഴയ മോഡല്? ഇനി തട്ടുമുകളുടെ മുസ്ലിമായി പൊട്ടുപിടി ഇത് കട്ട് ചെയ്യലേ. ഇരുപത്തി 30 സെക്കൻഡ് അല്ലേ? ഈ സ്ലൈഡൊക്കെ എടുത്ത് ചെറിയത്
ഇങ്ങോട്ടൊക്കെ പോയി കണ്ണാടിയിൽ അടിപൊളി മേക്കപ്പ് കിട്ടോ അല്ലേ നല്ലതായില്ലേ ഭയങ്കര ക്ലാസി ആയിട്ട് സൂപ്പർ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ പഴയ കോലത്തിലേക്ക് എത്തി. മൈ കംഫർട്ട് ഔട്ട്ഫിറ്റ്. സാരിയൊക്കെ പട ചുറ്റിയാൽ രസമുണ്ട്, പക്ഷേ ഭയങ്കര ചൂടെടുക്കലാണ്. എനിക്ക് മേക്കപ്പ് ഇഷ്ടമായി എന്നുള്ളത് പറയട്ടെ. അമ്മായിൻ്റെ ഫസ്റ്റ് ബ്രൈഡൽ മേക്ക് ഓവറാണ് എന്നെ വെച്ചിട്ട്. അങ്ങനെ മേക്കപ്പ് സെക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മായിക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ട്. ഗൈസ്, ദുബായ് പാത്തുനെ അറിയുന്നവരുണ്ട് ഗൈസ്. ദുബായ് പാത്തു സ്പോട്ടിൽ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ദുബായ് പാത്തുനെ കണ്ടുമുട്ടിയിട്ട് ഒരു ഹായ് എടുത്ത് ഇവരറിയുന്നവർ എൻ്റെ വീഡിയോൻ്റെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, നമ്മളെ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്ത് കേട്ടില്ലല്ലോ പറഞ്ഞേ. അന്നെ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം. ദുബായ് ശരി എന്നാ. ഇവിടെ കാണുന്നില്ല, ഗ്ലാമർ ഇല്ല, പൊളിയല്ല, ഒഞ്ചല്ല. എന്റെ മുഖം പകുതി അന്റെ മത്തങ്ങ പോലത്തെ തേച്ച് കളിക്കാം. ഇത് ഇവള് വല്ലാത്ത സാധനം ഹോട്ടലിൽ മാറ്റുന്നില്ലേ? കറക്റ്റ് ദുബായ് പാത്തു. ശരി എന്നാ, പൊളി പപ്പളാച്ചി അടിപൊളി മോളാന്നിട്ടാ. ഇവളെ ഒന്ന് സപ്പോർട്ടാക്കുക. അതെ അതെ, അന്നെ ഒന്ന് സപ്പോർട്ടാക്കുക. അപ്പൊ ശരി എന്നാ. ഇവള് ചോറിൽ നിന്നെടുക്കുന്ന പിടിച്ചോണ്ട് വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന അന്നിങ്ങൊക്കെ അറിയില്ല. പിന്നെ ഭായ് വർത്തനത്തിൽ അന്നെ കളിച്ചിട്ടല്ലേ ബാക്കി എല്ലാവരും ഉള്ളൂ. അപ്പൊ ടാറ്റ ബൈ ബൈ ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ മുടി ചെറുതായിട്ടൊന്ന് ഫെദർ കട്ട് അടിച്ചിട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു പരിപാടി കഴിഞ്ഞിട്ടേ ഞങ്ങൾ വീട്ടിൽ പോകാണ്ട്. ഞാൻ കീശേരിക്കും അമ്മായി മാവൂരിക്കാണ്ട് പോകുന്നത്. ഞാൻ ഇതേ ഹെയർ കട്ട് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ. എന്തൊക്കെയോ ഒരു ഭയങ്കര ചേഞ്ച് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കിട്ടാറ്റ് ബൈ.